നല്ല പണി കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഞം കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല 2 മസാല ദോശയും പുട്ടും മീൻകറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ചെയ്യും കൂടെ കഴിക്കാൻ നിന്നപ്പോൾ തന്നെ കുഞ്ഞുമണി എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് 2 ഉരുളൊക്കെ കൊടുത്തു നോക്കി. 1-2 ഉരുളൊക്കെ കഴിച്ച് പിന്നെ അതോള് തുപ്പിക്കളഞ്ഞു. അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ദോശ. ഗ്യാസ് തീർന്നു എന്ന് വിചാരിച്ച് എനിക്കും ചെയ്യുവാനും വലിയ കുഴപ്പമില്ല കേട്ടോ. കാക്കു പിന്നെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമണിയുടെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ അവളെ വേഗം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്താ വെച്ചാൽ കെറ്റിലുണ്ടല്ലോ എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ കെറ്റിലുള്ളതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ മതി. പിന്നെ സെർലാക്കുള്ള ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഈ ഡേറ്റ്സ് ഫ്ലേവർ ഉള്ളതുൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും, പക്ഷേ ഇത് മാത്രം നമ്മൾ ഉണ്ടാക്കുന്നത് ഫുള്ള് കഴിക്കും കേട്ടോ. അപ്പം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ജിയോനാണെങ്കിൽ ഇപ്പോൾ സ്കൂളും മദ്രസൊക്കെ ഓൺലൈനിലാണ് കേട്ടോ. പിന്നെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയ്ഷുവിനെ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് പിന്നെ കുളിയും ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. കുറച്ച് സമയം ഉറങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷമുള്ള വലിയൊരു ചേഞ്ചാണ് കേട്ടോ അത്. കാരണം മുന്നേ എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യും മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും പണിയെടുക്കുക, എപ്പോൾ വേണമെങ്കിലും കിടക്കുക, എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഫുൾ കുഞ്ഞുമണിൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗമൊക്കെ മുന്തിരിയൊക്കെ കഴുകി കൊടുത്ത് ഓളെ വയറ് എങ്ങനെയെങ്കിലും നിറച്ച് ഓളെ ഹാപ്പി ആക്കണം. അതിനനുസരിച്ചിരിക്കും നമ്മളെ ഹാപ്പിനെസ്. ജിയോ പിന്നെ രാവിലെ ബാക്കി വന്ന മസാല ദോശ തന്നെ ഉച്ചക്ക് കൊടുത്ത് കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബേക്കറിയും പിന്നെ കട്ടൻ ചായയും ബിസ്ക്കറ്റും. ഇതൊരു വല്ലാത്ത കോമ്പിനേഷൻ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാക്കു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നല്ല മക്കളൂപ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൂപ കാണുമ്പോഴും കഴിക്കുമ്പോഴും എനിക്ക് എൻ്റെ ഉപ്പാൻ ഓർമ്മ വരും കേട്ടോ. ഉപ്പ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഉപ്പാക്ക് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് റൊമാൻസിയിലെ മക്കളൂപ. അപ്പോൾ എപ്പോഴും പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് അവസാനിച്ചു.